ഒരു 50 ഗ്രാം വെളുത്തുള്ളി. അത് മതി, വില കൂടുതലാണ്. ആദ്യം നല്ലെണ്ണ ഒഴിക്കുക. ചട്ടി വെച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിക്കുക. ചീനിച്ചട്ടി. അതിന് ശേഷം നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒരു 2 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം എണ്ണ വേണം. അതിന് ശേഷം കടുക് ഇടുക. കടുക് ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ കടുക്. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി നീളത്തിനരിഞ്ഞ് ഒരു വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്ത് ഒരു 50 ഗ്രാം വെളുത്തുള്ളി. അത് മതി, വില കൂടുതലാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി പൊട്ടിയ ശേഷം ഇടുക. അതിന് ശേഷം തീ കുറയ്ക്കണം. വെളുത്തുള്ളി ചുമന്നതിന് ശേഷം തീ നല്ലതുപോലെ കുറയ്ക്കുക. ശേഷം ഒരു 5-6 ഇതള് കറിവേപ്പില ഇടുക. മാങ്ങ കറിവേപ്പില കിടക്കട്ടെ. ശേഷം കുറയ്ക്കണം. മുളക് പൊടി കരിഞ്ഞു പോകും. അതിനുശേഷം ഒരു 2 കിലോ മാങ്ങയ്ക്ക് 1, 2, 3, 4, 5, 6, 7 സ്പൂൺ മുളക് പൊടി ഇടുക. അതിനുശേഷം കായം ഇടുക. കായം ഒരു എൻ്റെ അളവിന് കായം ഒരു 2 സ്പൂൺ ഇടുക. അതിനുശേഷം മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി 2 സ്പൂൺ ഇടണം. ഉലുവാപ്പൊടി അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും 2 സ്പൂൺ തന്നെ ഇടണം കറക്റ്റിന്. ഇതിന് ശേഷം പൊടി ഇളക്കുക. ഇളക്കിയതിന് ശേഷം വിനാഗിരി ഒഴിക്കുക. വിനാഗിരി 2 കിലോയ്ക്ക് ഒരു 2 തവി, അതായത് സ്റ്റീലിൻ്റെ 2 തവി ഒഴിക്കുക. ശേഷം മാങ്ങയിലെ വെള്ളം ഊറ്റി ഒഴിക്കുക. മാങ്ങ വീഴാൻ പാടില്ല, ഒഴിക്കുക. ഉപ്പ് തേച്ച മാങ്ങയാ, അതിനകത്ത് ഉപ്പ് ഊറി വന്ന വെള്ളം ഒഴിക്കുക. അരപ്പിലേക്ക് മിക്സ് ചെയ്ത അരപ്പിലേക്ക് ഒഴിച്ച് തിളക്കുക. ഗ്യാസ് കൂട്ടി വെക്കുക.
ഗ്യാസ് കൂട്ടി വെച്ച് തിളപ്പിക്കുക. നമ്മൾ അതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുക. ഉപ്പ് കുറവാണ്, മാങ്ങ ഇട്ട് ഇളക്കുമ്പോൾ ഉപ്പ് കുറവാണ്. ഉപ്പ് കുറച്ച് പോടണം. ഉപ്പ് ഒരു 2 സ്പൂൺ ഇടുക. എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് എണ്ണ കൂടുതൽ വേണമെങ്കിൽ നല്ലെണ്ണ കൂടുതൽ ചേർക്കുക. വേണമെങ്കിൽ ഈ അരപ്പിൽ തന്നെ ഒഴിച്ചേക്കണം. ഒഴിച്ച് ഇതുപോലെ തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാങ്ങ തട്ടി തിളച്ചതിന് ശേഷം തീ കുറയ്ക്കുക. കുറച്ചിട്ട് മാങ്ങ ഇടാവും. ഇളക്കി നമ്മൾ കുപ്പിയിലേക്ക് കോരുമ്പോൾ ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പും ഇച്ചിരി നല്ലെണ്ണയും കൂടെ ചേർക്കുക. ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് കുപ്പി കോരി വയ്ക്കണം. ലാസ്റ്റ് അപ്പം ആ മാങ്ങയുടെ മണം വരും. ഇച്ചിരി എണ്ണയും കൂടെ ചേർത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കോരിയിട്ട് കുപ്പി വെക്കുമ്പോൾ ഇച്ചിരി എണ്ണയും കൂടെ ഇച്ചിരി നല്ല കടുമാങ്ങയുടെ മണം വരും. ഇതിനകത്ത് ഞാൻ കോരി വെക്കുമ്പോൾ ഒരു ഇച്ചിരി എണ്ണ ഞാൻ ഒഴിക്കും. ഒഴിച്ച് ഇളക്കി അങ്ങനെ വേണ്ട. ഇനി മാങ്ങ ഇങ്ങനെ ആയി വേവരുത്. ഓഫാക്കി. ഇതേ ഉള്ള അച്ചാർ.